പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരനുഗ്രഹമേറിയ ഒരു പ്രഭാതയാമം കൂടെ കണ്ടുണരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് സഹായിച്ചുവല്ലോ. ദൈവത്തെ നമുക്ക് രാവിലെ സമയം മഹത്വപ്പെടുത്താം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ തൊക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും രാവിലെ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കടുത്ത് വരാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു മനോഹരമേറിയ പ്രഭാതയാമം കൂടെ നമുക്ക് ലഭ്യമായി എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പ്രിയരെ, കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ കണ്ടവർ ഇന്ന് പ്രഭാതം അവർക്കില്ല എന്നാകുമ്പോൾ അനേകർ അകാല മരണങ്ങൾക്കിരയായിക്കൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. മറ്റു പലരും മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പിന്നെയും നമ്മൾ അനേകരെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഐസൊലേഷൻ വാർഡിലും ഹോസ്പിറ്റലിലും വീടുകളിലുമൊക്കെ ആയിട്ട് ജീവിതത്തിൽ നിരാശ നിറഞ്ഞ ജീവിതത്തോട് അനേകർ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മയൊക്കെയും കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ആ വിധങ്ങളെ ഓർത്താൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അത് കർത്താവിൻ്റെ വലിയൊരു ദയവാണ്, ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ചിന്തയുമായി ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആണ്ടവരും രക്ഷകരുമാകിയ இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் வரவேற்கிறேன், வாழ்த்துகிறேன். கர்த்தருக்குள் பிரியமானவர்களே, அவருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதினாலே இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பம் தேவனாகிய கர்த்தர் நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? பிரைஸ் தி லார்ட். அவருடைய தயவு, அவருடைய அன்பு, அவருடைய இரக்கம், அவர் நம்ம மேல் வைத்திருக்கிறதான அவருடைய தயவு மட்டும்தான் பிரியரே. பிரைஸ் தி லார்ட். நம்ம இந்த பூமியில் வாழும்பொழுது நமக்கு ஒன்றும் ஹல்லேலூயா புகழ்ந்து பேசுவதற்காக எதுவும் இல்லை. ஏனென்றால் ஹல்லேலூயா சகலத்துக்கும் மேலாக இயேசு கிறிஸ்துவின் நாமம், அவருடைய நாமம் நாம் உயர்த்தும் பொழுது பிரியரே, வாழ்க்கையில் நாம் முன்னேறும். ஹல்லேலூயா. ஆவிக்குரிய வாழ்க்கையில் நமக்கு முன்னேறுவதற்காக அதுவே போதும். கர்த்தருடைய வேதம் என்ன சொல்லுகிறது? முன்பே தேவனுடைய ராஜ்யத்தையும் நீதியும் தேடுங்கள், அதோடு உங்களுக்கு எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று சொன்னவர் தேவன். ஹல்லேலூயா. பிரைஸ் தி லார்ட். கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா, வாருங்கள் ஒன்று சேர்ந்து நம் தேவனை மகிமைப்படுத்துவோமா? கர்த்தர் நல்லவர், அவர் நம்ம மத்தியே வாசம் பண்ணுகிற தேவனாக இருக்கிறார். இஸ்ரவேலின் தேவர், அவர் மகிமையுள்ளவர், ராஜாவாக இருக்கிறார். அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, நமக்குள் இருக்கிறவர் பெரியவர். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാരംഭിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, പ്രഭാതയാമം അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി തന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഇന്നലെയെ കണ്ടത് ഇന്നത്തെ പ്രഭാതമില്ലാതെ അനേകർ മരിച്ച് മൺമറിഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അപ്പാ, പുതിയ ദിവസത്തിന് പ്രഭാതം ഞങ്ങൾ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന രാജ. അല്പനിമിഷം കർത്താവെ, അങ്ങയുടെ തിരുവചനവുമായിട്ട് കർത്താവെ അടിയനായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം കർത്താവെ ഘോഷിക്കുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം ഹല്ലേലൂയ അനുഗ്രഹിച്ചങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ വചനം അങ്ങയുടേത്, വാർത്തകൾ അങ്ങയുടേത്. കർത്താവേ, ഹല്ലേലൂയ, വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അനേകർക്കത് പ്രയോജനമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ കർത്താവെ വചനം ഘോഷിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കും. കേൾവിക്കാരെ കർത്താവ് ഒരുക്കിക്കാട്ടെ. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ചില ദിവസങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തിലൂടെ നമ്മൾ ഹല്ലേലൂയ വളരെയേറെ വിഷയങ്ങളിൽ നമ്മൾ ചിന്തിച്ച് വരികയാണല്ലോ. പ്രിയരെ, പ്രാർത്ഥന വിജയത്തിൻ്റെ രഹസ്യമാണ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവനെ ഏറ്റവും അധികം ദൈവമായിട്ട് ഒരു പടി കൂടെ അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന
എന്നത്. പ്രാർത്ഥന ഇല്ലാതൊരു വ്യക്തി ദൈവമായിട്ട് അവന് ഹല്ലേലൂയ ഒരു ബന്ധവും അവൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണമേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം അതിജീവിക്കുവാൻ പ്രാർത്ഥന എന്നൊരു കവചം നാം ധരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പിശാചിനു അവൻ ഒന്നും തന്നെ നമ്മളോട് ചെയ്യുവാനായിട്ട് സാധ്യമാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് രാവിലെ സമയം അല്പനിമിഷം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-5 വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 42-5 വാക്യം. പ്രൈസ് ദി ലോർഡ്. അത് ഇങ്ങനെയാണ്, നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നമുക്കറിയാം ഇയ്യോബിൻ്റെ ചരിത്രം എല്ലാവർക്കും നന്നായിട്ടറിയാം. പ്രാർത്ഥന വീരനായിരുന്നു ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ, അനേക പ്രതികൂലങ്ങൾ, ഇത്രമാത്രം പ്രതികൂലങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി ഹല്ലേലൂയ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ദൈവ വൈതലേ, ഇയ്യോബിൻ്റെ ജീവിതം അത്രമാത്രം കഷ്ടതകളിലൂടെയായിരുന്നു, പ്രതികൂലങ്ങളിലൂടെ താൻ കടന്നുപോയി. എങ്കിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, താൻ ആശ്രയം വെച്ചിരുന്ന ദൈവത്തിൽ തൻ്റെ പ്രത്യാശ വർദ്ധിച്ചു വന്നതല്ലാതെ ഒരു അല്പം പോലും താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് താൻ പിൻവാങ്ങിപ്പോയില്ല എന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബിനെക്കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. എന്താണ് ഇയ്യോബിൻ്റെ സാക്ഷ്യം? ഹല്ലേലൂയ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാൻ കഴിയും, ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെയാണ്: താൻ ദൈവഭക്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനുമായിരുന്നു. ഇത്രമാത്രം ക്വാളിറ്റി, ഇത്രമാത്രം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് പറയുവാനുള്ളത് മറ്റെന്താണ്? ഹല്ലേലൂയ. ദൈവം കൂടെ ഇയ്യോബിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാണ് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവമക്കളെ, ഈ ഇയ്യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇയ്യോബിനെക്കുറിച്ച് പിശാച് വളരെയേറെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാചിന് ഏതൊരു വ്യക്തിയെ കണ്ടാലും അവൻ്റെ തന്ത്രത്തെ അവൻ பயன்படுത്തി വരിക, അല്ലെങ്കിൽ അവൻ്റെ തന്ത്രം അവൻ പ്രയോഗിച്ച് അവനെ പിശാചിൻ്റെ വലയിൽ അകപ്പെടുത്തണമെന്ന് അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അവൻ്റെ തന്ത്രങ്ങൾ അവൻ എങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ കഴിയുമോ അത്രമാത്രം അവൻ തന്ത്രങ്ങൾ പ്രയോഗിച്ചു വരികയാണ്. എന്നാൽ ഇയ്യോബിൻ്റെ അരികിലും പിശാച് വന്നു. എന്നാൽ പിശാചിനൊരു ഭയമുണ്ട്. എന്താണെന്നറിയാമോ? യഹോവയായ ദൈവം തൻ്റെ ഭക്തനായിരിക്കുന്ന, എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബേ എന്ന യഹോവയായ ദൈവം വിളിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പിശാചിനൊരല്പം ഭയമുണ്ട് ഇയ്യോബിൻ്റെ മേൽ കൈവയ്ക്കുവാൻ. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? പിശാച് മാറി നിൽക്കും. പിശാച് ആലോചിക്കും, ഓ ഇവൻ പ്രാർത്ഥിക്കുന്ന ആയുധമുള്ളവനാ, ഇവന് പ്രാർത്ഥന എന്നുള്ളൊരു ആയുധമുള്ള വ്യക്തിയാ, നാം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവം തിരിച്ചടിച്ചു പോയാൽ എന്താകുമെന്ന് പിശാചിന് ഭയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ഏകൻ തന്നെ, ഓ കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഒരു ഭക്തനെ കാണുമ്പോൾ പിശാചിനറിയാം, ഇവൻ പ്രാർത്ഥിക്കുന്നവനാണോ, ഇവൻ പാടുന്നവനാണോ, ഇവനിൽ എന്താണോ ഉള്ളതെന്നുള്ളത്. അല്ലെങ്കിൽ ഈ കള്ള കപട ഭക്തി ഒന്ന് കൊണ്ട് പിശാചിനറിയാം നമ്മൾ എത്രമാത്രം ആയിരിക്കുന്നു എന്നത് പിശാചിന് തിരിച്ചറിയാൻ കഴിയും. ആകയാൽ ഇവിടെ പിശാച് ഈ ഇയ്യോബിനെ കണ്ട് അല്പം ഭയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് ദൈവത്തോടൊരു അവസരം ചോദിക്കുന്നുണ്ട്. നോക്കണമേ. ഹല്ലേലൂയ. പിശാചിന് ചോദന ചെയ്യുവാൻ, പിശാചിനെ ടെസ്റ്റ് ചെയ്യാൻ ഇയ്യോബിനെ ഒന്ന് തരാമോ എന്ന് ദൈവത്തോട് പിശാച് ചോദിക്കുക. എന്നാൽ യഹോവയായി ദൈവം പറയുകയാണ്, സാത്താനേ, എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിൻ്റെ ജീവൻ്റെ മേൽ നിനക്ക് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവനെ കൊടുക്കുന്നവനും ജീവനെ എടുക്കുന്നവനും സർവശക്തൻ മാത്രമാണ് പ്രിയരെ. അത് മനസ്സിലാക്കിക്കൊള്ളണമേ. ഒരു ജീവൻ്റെ മേൽ പിശാചിന് അധികാരമില്ല. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത്, നീ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ എൻ്റെ ദാസനായിരിക്കുന്ന
ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു പോയി എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ യഹോവയായ ദൈവം പറയും, അവൻ്റെ ആത്മാവിൻ്റെ മേൽ, അവൻ്റെ ജീവൻ്റെ മേൽ നിനക്ക് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതൽ, ഈ ലോകത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ അധൈര്യപ്പെട്ടു പോകരുത്. യോബിനെ പോലെ ഹല്ലേലൂയ വിശ്വാസമുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ പിശാചാണവൻ സാത്താൻ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ, തന്റെ ശരീരത്തിൽ വ്രണം, ഹല്ലേലൂയ, അവന്റെ ഈ യോബിന്റെ ശരീരത്തിൽ വ്രണം കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഒരു അല്പം പോലും സ്ഥലം ഇല്ല എന്ന് വെച്ചാൽ ശരീരം മുഴുവനായും വ്രണം കൊണ്ട് ബാധിതനായി. ജീവിക്കുന്ന ദൈവത്തിലെ ഈ വ്രണബാധിതനായ ഈ ഇയ്യോബ് ഓട്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് തൻ്റെ ശരീരം ചൊറിയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവ പൈതലെ, ഒരു കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ ഇത്രമാത്രം തകർന്നു പോകുമ്പോൾ, ഇത്രമാത്രം പ്രതികൂലങ്ങൾ അവൻ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആർക്കാ? ദൈവത്തോടെന്നല്ല, മനുഷ്യരോടെന്നല്ല, എല്ലാവർക്കും വിരോധം, കോപമുണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത്, ഇയ്യോബിൻ്റെ ഭാര്യ ഹല്ലേലൂയ ഇയ്യോബിനോട് വന്ന് പറയുകയാ, ഇനി എൻ്റെ മനുഷ്യ, ഇനിയെങ്കിലും നിൻ്റെ ഈ ദൈവത്തെ നീ അങ്ങ് തള്ളിപ്പറ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ ഭാര്യ പറയുകയാ, ഇനിയെങ്കിലും നിൻ്റെ ദൈവത്തെ നീ അങ്ങ് തള്ളിപ്പറ. മതിയല്ലോ നീ ദൈവത്തെ വിളിച്ചത്, നിൻ്റെ ശരീരം മുഴുവൻ വ്രണബാധിതനായി നിന്റെ ദൈവം രക്ഷിച്ചിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ? നിനക്ക് നീ ചത്തുപോകും, നീ മരിച്ചു പോകും എന്നൊക്കെ ഇവൾ ഭീതിപ്പെടുത്തുകയാ, ഇയ്യോബിനോട് പറയുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, തൻ്റെ ആടുമാടുകൾ, തൻ്റെ സമ്പത്തുകൾ, തനിക്കുണ്ടായിരുന്ന മക്കൾ എല്ലാം നഷ്ടപ്പെട്ടു. ഇയ്യോബിനുണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ടു. അപ്പോഴും ഇയ്യോബ് തൻ്റെ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ജീവിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ. ഇവിടെ തൻ്റെ ഭാര്യ സഹധർമ്മിണി തന്നെ അധൈര്യപ്പെടുത്തുമ്പോൾ പോലും താൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ ഇന്നേക്ക് വിശ്വാസ പോർക്കളത്തിൽ പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നിനക്കതിനെ തരണം ചെയ്യാൻ കഴിയാതെയാകുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? എല്ലാത്തെയും വിട്ടുവിട്ട് നീ അധൈര്യപ്പെട്ട് നീ നിൻ്റെ പഴയപടിയിലേക്ക്, നീ പഴയ ലെവലിലേക്ക് പോകുന്നത് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിന്നോട് പറയട്ടെ, ഹല്ലേലൂയ, വിശ്വാസമാകുന്ന പോർക്കളത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്. അതിനെ അതിജീവിക്കുവാൻ സ്വർഗീയമാകുന്ന കൃപ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥന എന്ന കവചം നമ്മൾ ധരിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇവിടെ ഹല്ലേലൂയ ഈ ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയാ, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ താൻ പറയുന്നത്, എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ദൈവവൈതലേ, ഇതാണ് ഒരു ദൈവവൈതലിൻ്റെ വിശ്വാസം, പ്രത്യാശ. ഞാൻ എൻ്റെ ശരീരം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ ഒടുവിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അങ്ങനെ പ്രത്യാശയുള്ളൊരു ദൈവവൈതലിന് ഹല്ലേലൂയ എത്ര പ്രതികൂലങ്ങൾ വരട്ടെ, നിന്ദകൾ വരട്ടെ, അപമാനങ്ങൾ വരട്ടെ, ഇതൊന്നും സാരമില്ലെന്ന് തോന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊന്നും സാരമില്ലെന്ന് തോന്നും. പിന്നെയും താൻ ഇത്രമാത്രം താൻ അനുഭവിച്ചപ്പോഴും കഷ്ടപ്പെട്ടപ്പോഴും തൻ്റെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ സ്നേഹിതരോ ആരും തന്നെ അന്വേഷിക്കുകയോ തന്നോട് എന്താണ് ഏതെന്ന് കൂടെ ചോദിച്ചിട്ടില്ല. ദൈവമക്കളെ, അപ്പോഴും ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ഇയ്യോബ് എന്താണ് ചെയ്തത്? താൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ഇയ്യോബ് 42:10 നാം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് നാം പഠിക്കുന്നത്. ഇയ്യോബിൻ്റെ മുഖത്തെ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. താൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് ദൈവം തിരികെ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. തനിക്ക് ഇരട്ടി നന്മകളെ കൊണ്ട് ദൈവം നിറയ്ക്കുവാനായിട്ട് ഇടയായി
ഇടയായിത്തീർന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, കഷ്ടതയുടെ നടുവിലായാലും പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ഒരു മനസ്സ് നിനക്കുണ്ടോ? പ്രാർത്ഥിക്കുവാൻ ഒരു ഹൃദയം നിനക്കുണ്ടോ? പ്രൈസ് ലോർഡ്. അതിനെ അതിജീവിക്കുവാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഇയ്യോബ് 42:5 നാം വായിച്ചത്, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. തനിക്ക് ഇയ്യോബിന് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ അങ്ങനെ ഒരു വരം ലഭിച്ചപ്പോൾ, ഇയ്യോബ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ഇവിടെ കാണുന്നത് യഹോവ ഹല്ലേലൂയ എൻ്റെ കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നുവെന്നാണ്. പ്രൈസ് ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഇയ്യോബിൻ്റെ കണ്ണാല ദൈവത്തെ ഇയ്യോബിന് കാണുവാൻ കഴിഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തെ കാണാതെ വിശ്വാസത്തോടെ കാണുന്നു. വിശ്വാസത്തിലാണ് നമുക്ക് ആയിരിക്കുന്നത്. ഇയ്യോബ് പ്രാർത്ഥിച്ച് ദൈവത്തെ കാണുവാൻ തക്കോണം ഇടയായി തീർന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കഷ്ടതയുടെ തീച്ചൂള കടന്നു വന്നപ്പോഴും ദൈവത്തിന് മുഖാമുഖം ഇയ്യോബിനെ കാണുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ലോർഡ്. ദൈവ പൈതലേ, ഇപ്പോഴോ എൻ്റെ കണ്ണ് നിന്നെ കാണുന്നു എന്നാണ് പറഞ്ഞത്. ദൈവമക്കളെ, നമുക്കൊരു മറ്റൊരു വേദഭാഗം കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഒന്ന് 1-2 നിമിഷങ്ങൾ കൂടെ ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഹല്ലേലൂയ. ദൈവമക്കളെ, 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു പ്രാർത്ഥന കാണുവാൻ കഴിയുന്നു. പ്രൈസ് ലോർഡ്. ഇങ്ങനെയാണ്: തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണിത്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ശലോമോൻ രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശലോമോൻ രാജാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ആലയത്തിൽ നിന്നുകൊണ്ട് ഈ ശലോമോൻ രാജാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമുക്കറിയാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആകാശത്ത് നിന്നും തീ ഇറങ്ങി അവരുടെ നടുവിൽ ഇറങ്ങിയെന്നാണ്. പ്രൈസ് ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് വേണം നാം പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ലോർഡ്. ചുമ്മാതെ ഓടിപ്പിടിപ്പിനായി വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമോ? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വലമൈ, ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വരണം. പ്രൈസ് ലോർഡ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശലോമോൻ ഹല്ലേലൂയ ആലയം പണിഞ്ഞു. ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ആലയത്തിൽ നിന്നുകൊണ്ട് തന്നെ താൻ പ്രാർത്ഥിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. യഹോവയുടെ ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവിടെ കൂടി വന്നവരൊക്കെയും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? പ്രൈസ് ലോർഡ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ജീവിക്കുന്ന ദൈവ പൈതലേ, എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തോട് ഹല്ലേലൂയ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുവാൻ ധൈര്യസമേതം പറയുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇവിടെ ആലയത്തിൽ കൂടി വന്നവരെല്ലാവരും സാഷ്ടാംഗം വീണു. ദൈവത്തിൻ്റെ മഹിമ അവിടെ ഉണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ ദർശനം അവിടെ ഉണ്ടായപ്പോൾ ദൈവ പൈതലേ, ആലയത്തിൽ കൂടി വന്നവരെല്ലാവരും സാഷ്ടാംഗം വീണു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഇന്നേക്ക് അനേക ആരാധന ആലയങ്ങളിൽ പ്രാർത്ഥിക്കും. പക്ഷേ ചിലരൊക്കെ കടന്നു വരുന്നത് ഹല്ലേലൂയ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം, അവർ പ്രാർത്ഥിക്കുന്നത്, അവർ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ട് പോകാനാണ് വരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആലയത്തിൽ കടന്നു വരുന്നവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ മറുപടി ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ ആലയത്തിൽ കൂടി വന്നവരെല്ലാവരും ചേർന്ന് സാഷ്ടാംഗം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ആലയങ്ങളിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, ദേശത്തിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കണം. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നിരുന്നാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തൊരു ദൈവമല്ലേ നമ്മോടൊപ്പം ഉള്ളത്. ഹല്ലേലൂയ. ആകയാൽ ഇന്നേക്ക് അനേകർക്ക് വിളിയുണ്ട്, എന്നാൽ ഹല്ലേലൂയ അഭിഷേകമില്ല. അനേകരിലും ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലാതെ പോകുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കാഴ്ചപ്പാടുണ്ട്, ഹല്ലേലൂയ, എന്നാൽ കൃപകളില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കൃപകളും വരങ്ങളുമാണ്. കൃപയില്ലാതൊരു മനുഷ്യൻ മുമ്പോട്ട് പോകാൻ കഴിയുമോ?
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28 വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. പത്രോസ് ഉറക്കത്തിൽ ഭാരപ്പെട്ടു, ഉണർന്ന ശേഷം അവൻ തേജസ്സിനെയും മഹിമയും കണ്ടു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചവരായി, ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ചവരായി നാം പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിലും ആത്മീക ഉറക്കത്തിലായി ഇന്നേക്ക് അനേകർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോനയെ നമുക്കറിയാം. യോനയോട് കർത്താവ് പറഞ്ഞു, അല്ലെ യഹോവയായി ദൈവം എന്താണ് പറഞ്ഞത്? നീ നിനവയ്ക്കെതിരായി ഹല്ലേലൂയ നീ പ്രസംഗിക്കാൻ പറഞ്ഞു. എന്നാൽ യോന പ്രവാചകൻ എന്താണ് ചെയ്തത്? യോന തർശീശിലേക്ക് ടിക്കറ്റ് എടുത്ത് കപ്പൽ കയറി കടന്നുപോയി. എന്നാൽ ഹല്ലേലൂയ എന്താണ് സംഭവിച്ചത്? ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ പോകുന്നിടത്തൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ, അവിടെയൊക്കെ തിരമാലകൾ അടിക്കും, അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കണം, ദൈവത്തിൻ്റെ വാക്ക് കൽപ്പനകൾ അനുസരിച്ച് നടക്കണം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ തന്നെ ഈ യോനയെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാ? ഈ നിനവെ പട്ടണത്തിനെതിരായി, അല്ലെങ്കിൽ നിനവെ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു, അവരുടെ പാപങ്ങൾ അക്രമങ്ങൾ അധികരിച്ചിരിക്കുന്നു എന്ന് പറയുവാനാണ്. എന്നാൽ ദൈവദാസൻ ചെയ്തത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ദൈവം എത്തിക്കേണ്ടടുത്ത് തന്നെ ഈ യോനയെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് അനേക യോനാക്കൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയല്ലേ? ഇന്ന പ്രഭാതത്തിൽ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്നേക്ക് ഉറങ്ങുകയാണോ? യോനയെപ്പോലെ ദേശത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. നമുക്കൊക്കെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് ദൈവം തന്നിട്ടുണ്ട്. അത് കൃത്യസമയത്ത് അത് നാം പാലിച്ചു കൊള്ളണം, അത് നാം പ്രയോജനപ്പെടുത്തണം. ദേശത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടി നാം പ്രാർത്ഥിക്കണം പ്രിയരെ. പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം ചത്തതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ നമുക്കറിയാം ഏലിയാവിൻ്റെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവിന് ഹല്ലേലൂയ, ഏലിയാവ് ആഹാബിനെയും ഇസബലിനെയും ഭയന്നിട്ട് ബെർശേബ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, എന്താണ് അവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങി ആശ്വസിക്കാനായിട്ട് പോയിരുന്നതാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മരുഭൂമിയുടെ അനുഭവം, ചുട്ടുപൊള്ളുന്ന ആ അനുഭവത്തിലാണ് ഇന്നേക്കിപ്പോൾ ഏലിയാവ് ആയിരിക്കുന്നത്. ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ നിന്നെ കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ചു. ഏലിയാവേ, നീ ഉറങ്ങുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉറങ്ങുകയാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ ഉറങ്ങുവാൻ വേണ്ടി അല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കൊണ്ട് ദൂരയാത്ര ചെയ്യുവാനുണ്ട്, നിങ്ങളെ കൊണ്ട് അനേക കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിനോട് പറയുക, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തളർന്നിരിക്കുന്ന അവസ്ഥയിലും ദൈവം കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, എന്ന പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഉറങ്ങുവാനല്ല. ശിംശോനെ പോലെ ഹല്ലേലൂയ, ലോകമാകുന്ന ദലീലയുടെ മടിയിൽ നീ തല വെച്ചെങ്കിൽ നിനക്ക് ഉറക്കം മാത്രമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നീ ഉറങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത്? നിന്നിലുള്ള കൃപകളും വരങ്ങളും നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ശിംശോൻ ദലീലയാകുന്ന ഈ ലോകത്തിന്റെ മടിയിൽ തലവെച്ചപ്പോൾ ഹല്ലേലൂയ, തൻ്റെ ഹല്ലേലൂയ അഭിഷേകം ചോർത്തിയെടുത്തു. പിശാചാണവൻ അവിടെ ജയം കൊണ്ടു. ഹല്ലേലൂയ. ശിംശോന്റെ ജട കത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, ഓർത്തുകൊള്ളണമേ, നിന്നെ ഉറങ്ങി ആശ്വസിക്കുവാൻ അല്ല നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? ശിംശോന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. ശിംശോന്റെ കൃപകൾ നഷ്ടപ്പെട്ടു, ശിംശോന്റെ വരങ്ങൾ നഷ്ടപ്പെട്ടു. ശിംശോൻ ഹല്ലേലൂയ സകലതും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായി തീർന്നു. ജീവിക്കുന്ന ദൈവ പൈതലെ, വിശ്വാസ പോർക്കളത്തിൽ നീ പട്ടുപോകരുതേ. വിശ്വാസമാകുന്ന പോർക്കളത്തിൽ നീ ധൈര്യസമേതം ഹല്ലേലൂയ യോബിനെ പോലെ നിലകൊള്ളുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, 1 കൊരിന്ത്യർ 16-13-14 വാക്യങ്ങളെ വായിക്കുമ്പോൾ
ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, ശക്തിപ്പെടുവേൻ. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം ദർശനം പ്രാപിച്ചവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് നാം വായിച്ചത്? യോബിൻ്റെ ചരിത്രം നാം മനസ്സിലാക്കിയല്ലോ. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും താൻ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തനിക്ക് വേണ്ടി അല്ല താൻ പ്രാർത്ഥിച്ചത്, തൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇന്നേക്ക് എത്ര പേർക്ക് ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടി രാവിലെ സമയം പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ പ്രാർത്ഥന ദേശത്തിന് വേണ്ടി, ഞാൻ എൻ്റെ പ്രാർത്ഥന മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എത്ര പേർക്ക് ധൈര്യസമേതം പറയുവാൻ കഴിയും? യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവം ഇടയാക്കി. തനിക്ക് നഷ്ടപ്പെട്ടത് എല്ലാം ഇരട്ടി 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 നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ സ്വത്ത് സുഖങ്ങൾ, തൻ്റെ സകലതിൻ്റെ കുഞ്ഞുങ്ങളടക്കം എല്ലാം ദൈവം തിരികെ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, ഇന്ന പ്രഭാതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് ലഭിക്കണമോ? നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ കൃപകളും വരങ്ങളും നിനക്ക് ലഭിക്കണമോ? മുടങ്കാൽ മടിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, കരച്ചിലോടെ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തുവാ. ഉപവാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനായിട്ട് ഇടയായിത്തരും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന പ്രഭാതത്തിൽ ഇന്നത്തെ ഈ ചിന്ത നിങ്ങൾക്കെല്ലാവർക്കും അത് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഇന്നത്തെ പ്രഭാതയാമം കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിനായി സ്തോത്രം. അപ്പോൾ എത്രയോ അനേകായിരങ്ങൾ കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുന്നു. എന്തിനു വേണ്ടി ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ഈ ലോകത്തിലൂടെ കർത്താവെ അവർ ജീവിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതം ഹല്ലേലൂയ നഷ്ടമാകുന്നു എന്നതിനെക്കുറിച്ച് അവർക്കറിയില്ല. എന്നാൽ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതായ വചനം, എൻ്റെ യേശു കർത്താവിനോട് അടുത്ത് വരുന്നവരോട് ദൈവം അടുത്ത് വരുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ കർത്താവെ, കേൾക്കുന്ന കേൾവിക്കാരുടെ ഹൃദയത്തിൽ കർത്താവെ അവരോടൊപ്പച്ചൻ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വാർത്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് അണിത്തരമായി ഉറച്ച് കടന്നു ചെല്ലട്ടെ കർത്താവ്. ഓരോ വ്യക്തി ജീവിതങ്ങളെ കർത്താവ് തൊട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകമാകുന്ന സമുദ്രത്തിൽ പട്ടുപോകാതെ വണ്ണം ദൈവമേ ഓരോ ദൈവമക്കളെയും കർത്താവെ അങ്ങയുടെ ക്രിസ്തുവിൽ നിലനിർത്തുവാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും ഞങ്ങൾക്ക് ജീവന വെടിഞ്ഞ് അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ എല്ലാ അഡ്മിന്മാർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്നെ ഇത്രയും സമയം ശ്രദ്ധിക്കുകയും ഹല്ലേലൂയ എന്നെ ഏറ്റവും അധികം ഹല്ലേലൂയ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം തുറന്ന നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് വരുവോളം നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടെ, വേർപാടോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ഉപവാസത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവമായ കർത്താവ് ഈ നാളുകളായി നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.